നാളെ ഇത് തന്നെ അവസ്ഥ കണ്ടാ ഞാൻ അദ്ദേഹത്തിന്റെ കാറിന് മുമ്പിൽ ചാടും. ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ജീവനോട് ബോംബെക്ക് തിരിക്കില്ലെന്ന് ശബ്ദം വല്ലതും എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആക്കും. പ്രൊബേഷണറി പീരീഡാ. ഇത്ര നാളായിട്ട് ഒരൊറ്റ ഹോട്ട് സ്റ്റോറി പോലും എനിക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കഥ പറഞ്ഞുതരാം. അതിനൊരുപാട് സെൻസേഷണൽ സ്കോപ്പ് ഉണ്ട്. ഇംഗ്ലീഷിലാവുമ്പോ ആരും പൈങ്കിളിയും തൊട്ട് പറയുകയില്ല. എങ്ങനെയാ നിന്റെ കമ്പനി, ബോസ്? ഒന്നും പറഞ്ഞില്ല. കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് സുഖമാണ്, പരമസുഖം. ഞാൻ കാരണം ഒരുപാട് പേര് സുഖിക്കുന്നുമുണ്ട്. ഐ മീൻ എന്റെ കുടുംബം സുഖമായി കഴിയുന്നു. ഏട്ടൻ ഈ ദിവസം മറന്നില്ലല്ലേ? എങ്ങനെ മറക്കും? ചോര കണ്ട് അറപ്പ് തീർന്ന ദിവസം, മനസ്സ് മരവിച്ചു പോയ ദിവസം. ഇപ്പോഴും കൺമുന്നിലെല്ലാം വ്യക്തമാണ്. ഏട്ടനെയും എന്നെയും നെഞ്ചിൽ കിടത്തി അച്ഛൻ പറഞ്ഞിരുന്ന സ്വപ്നങ്ങൾ. പാവം, ഭൂമിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നന്മ വരുന്ന കാലം. അച്ഛന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ നക്ഷത്രത്തിളക്കം. പക്ഷെ ആ അച്ഛന്റെ മക്കൾ ഇന്ന് എത്ര മാറിപ്പോയി അല്ലേ ഏട്ടാ? മാറിയതല്ല, മാറ്റിയതല്ലേ. എന്നോ കയ്യിലെടുത്തു പോയ ആയുധം താഴെ വയ്ക്കാൻ അനുവദിച്ചില്ലല്ലോ. ഞാൻ പോകുന്നു. ട്രെയിനിന് മുമ്പ് ചാടിച്ചാടണം. ഈ മുമ്പിലാണ് ചാടേണ്ടത്. ഇപ്പൊ കാണാൻ പറഞ്ഞില്ലേ? വഴി വണ്ടി കടത്തിട്ടാണ് കാണാൻ വിടാൻ പറ്റില്ല പറഞ്ഞില്ലേ? എന്താ കുട്ടിയെ കാണിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? ടൈംസ് ഓഫ് ഇന്ത്യ. ഒരു മണിക്കൂർ അല്ല, അരമണിക്കൂർ, ജസ്റ്റ് ഹാഫ് അവർ ഞാൻ ഫിനിഷ് ചെയ്തോളാം. An ex-pressman becomes a minister. പത്രപ്രവർത്തന രംഗത്ത് നിന്ന് മന്ത്രി കസേരയിലേക്ക്. എന്റെ സബ്ജക്ട് അതാണ് സർ. പ്ലീസ് സർ. ശരി, ഓഫീസിലേക്ക് വരൂ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇരിക്കൂ. താങ്ക് യു വെരി മച്ച് സർ. ബോംബെയിലാണോ കുട്ടിയുടെ വീട്? അതെ സർ, ജനിച്ചതും വളർന്നതും. ഞാൻ വളരെ നാൾ അവിടെയായിരുന്നു, അന്ധേരി. എനിക്കിഷ്ടമായിരുന്നു ആ ഏരിയ. അറിയാം സർ. സാറിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, കംപ്ലീറ്റ് ബയോഡേറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരാളിന്റെ ഭൂതകാലം തേടിയുള്ള യാത്ര അതെനിക്കിഷ്ടമാണ് സർ. പ്രത്യേകിച്ചും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളുള്ളവരുടെ. രസകരമായ പലതും ആ യാത്രയിൽ കിട്ടിയെന്ന് വരും. ചിലപ്പോ ഉദാഹരണത്തിന്. പിന്നെ അരമണിക്കൂർ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സർ. എന്റെ വാചകവടിയിൽ അറിയാതെ സാർ വീഴാതെ നോക്കണം. അല്ലെങ്കിൽ സാർ തന്നെ ഈ അരമണിക്കൂറിന്റെ കാര്യം മറക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഭൂതകാലം. കഴിഞ്ഞു പോയ കാലത്തിലെ ചില അധ്യായങ്ങൾ കാണുമല്ലോ. ബോധപൂർവം മറന്നു കളഞ്ഞ്, അല്ലെങ്കിൽ ചീന്തിപ്പറിച്ച് കാറ്റിൽ പറത്തിയ അങ്ങനെയൊന്ന് ഞാൻ സാറിന്റെ ജീവിതത്തിലും കണ്ടെത്തുന്നു. അതെ സർ. പക്ഷേ അത്ര രസകരമല്ലാത്ത ഒന്ന്. ഒരു പാവം സ്ത്രീയുടെ കണ്ണീര് വീണ് നനഞ്ഞ് കുറച്ചേടുകൾ. What do you mean? I said what I mean. സാർ ഇമോഷണൽ ആവരുത്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ്. 60s അവസാന കാലം.
സാർ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന്റെ ടെക്നിക്സും സ്ട്രാറ്റജിയും അഭ്യസിക്കാൻ വേണ്ടി സാറിന്റെ അച്ഛൻ കരുണാകര മേനോൻ അയച്ചതായിരുന്നു. അന്നത്തെ സായാഹ്നങ്ങൾ അധികവും സാറ് ചിലവഴിച്ചിരുന്നത് പഴയ നവഭാരത് ടൈംസിൽ നിന്നും രാജിവെച്ച് പിരിഞ്ഞ് KPR എന്ന ജീനിയസിന്റെ ഫ്ലാറ്റിലായിരുന്നു. രാത്രി വൈകുവോളം നീളുന്ന ചർച്ചകൾ. ഗുരുമുഖത്ത് നിന്ന് നിങ്ങൾ പുതുതായി പലതും പഠിക്കുകയായിരുന്നു. KPRന്റെ മകൾ പ്രഭാദേവി. മുഷിഞ്ഞ വാതിൽ കേട്ടിന് പിറകിൽ നിങ്ങളുടെ മുഖം നോക്കി നിന്ന പാവം പെൺകുട്ടി. നിങ്ങൾ മോഹം കൊടുത്തു, തിരിച്ച് അവളെല്ലാം തന്നു. എല്ലാം. ദരിദ്രനെങ്കിലും ആത്മാഭിമാനിയായിരുന്ന KPRന് ഏകാശ്രയമായിരുന്ന മകളുടെ ജീവിതം കൈക്കുമ്പിളിലൂടെ ചോർന്നു പോകുന്നത് സഹിക്കാനാവുമായിരുന്നില്ല. നിങ്ങൾ തന്നെ ഒരു പോംവഴി മുന്നോട്ട് വെച്ചു. ഒരു രജിസ്റ്റർ വിവാഹം. അത് നടന്നു. അന്ധേരിയിലെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി. വീട്ടിൽ അറിയിക്കാൻ നിങ്ങൾക്ക് ഭയമായിരുന്നു. അച്ഛന്റെ അന്തസ്, സൽപ്പേര്, കുടുംബമഹിമ. അച്ഛൻ കരുണാകര മേനോന്റെ മുമ്പിൽ മരണം വരെ നിങ്ങളൊരു കുട്ടിയായിരുന്നല്ലോ. പിന്നീട് കഥയിൽ പുതിയ ടേണിംഗ് പോയിന്റ്. അച്ഛൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. തറവാട്ട് പത്രത്തിന്റെ ഭരണയന്ത്രം ഏറ്റെടുക്കാനും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്യാനും. പ്രഭാദേവിയോട് എന്തോ കള്ളം പറഞ്ഞ് നിങ്ങൾ ബോംബെ വിടുന്നു. അവരറിഞ്ഞില്ല നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന്. എല്ലാം മറക്കാൻ നിങ്ങൾക്ക് അധിക നാൾ വേണ്ടി വന്നില്ല. പത്രത്തിലൂടെ നിങ്ങളുടെ വിവാഹ വാർത്ത അറിഞ്ഞപ്പോ ആ പാവം സ്ത്രീക്ക് എവിടെ നിന്നോ മനക്കരുത്ത് കൈവന്നിരുന്നു. നിങ്ങളെ തേടി വരാൻ ആത്മാഭിമാനം അവരെ സമ്മതിച്ചില്ല. KPR നെഞ്ചുപൊട്ടി മരിച്ചപ്പോ അവർ ഈ ഭൂമിയിൽ അനാഥയായി. നിങ്ങളെ വിശ്വസിച്ചു എന്ന തെറ്റു മാത്രം ചെയ്തതിന് മരണം വരെയുള്ള ഏകാന്ത തടവിന്റെ ശിക്ഷയും അനുഭവിച്ച് അവരിന്നും ജീവിക്കുന്നു. സോ കം ടു ദ പോയിന്റ്. മഹാമേരുവോളം പോകുന്ന നിങ്ങളുടെ പബ്ലിക് ഇമേജിനെ ഇടിച്ചു വീഴ്ത്താൻ ഇന്ന് എന്റെ കയ്യിലുള്ള ഈ ആയുധം ഞാൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കണോ അതോ ഒരു നല്ല വില നൽകി നിങ്ങൾ കൈയടക്കുന്നോ? തീരുമാനിക്കുക. വില നിങ്ങൾ നിശ്ചയിച്ചോളൂ. നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിനാണ് വിലയിടേണ്ടത്. അപ്പൊ കുറച്ചൊന്നും പോരാ. എനിക്കും തൃപ്തി വരുന്ന ഒരു സംഖ്യയാവുമ്പോ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം. സോറി മേനോൻ സർ, ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നതിനെ വിളിക്കും. പക്ഷെ നിവൃത്തിയില്ല. എനിക്കും സാമാന്യം പോഷായ ചില ജീവിതമോഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നാളെ കാണുന്നു. ഇതേ സമയം ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് മാറ്റി വെച്ചോളൂ. ഓക്കെ, ബൈ, സീ യു. എടോ ശേക്കൂട്ടി, സേനനെയോ വിഷ്ണുവിനെയോ ബന്ധപ്പെടേണ്ട ഗൗരവം ഇതിനില്ല. നിങ്ങൾ 2-3 പേരെ ഒന്ന് വിരട്ടി കാര്യം പറഞ്ഞാൽ മതി. എങ്കിലും ഞങ്ങളായിട്ടൊരു കേസ് ഏറ്റെടുക്കുന്ന കീഴ്വഴക്കം ഇതുവരെ ഇല്ല. സേനം പറയുന്ന എന്താ ചെയ്യുക, അതേ ശീലമുള്ളൂ. എനിക്ക് ഇയാളുടെ പറച്ചിൽ കേൾക്കുമ്പോഴാ ചെവിക്ക് ചുറ്റും ഒരു കൊതുക് പറക്കുമ്പോ ഒന്ന് തട്ടാൻ അതിന് സേനന്റെ അനുവാദം കാക്കണോ? ആ പെങ്കൊച്ചേതാ, അവൾ എന്തിനാ മേനോൻ സാറിനെ കാണാൻ വന്നത് എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കണം. പറയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ 2 പിടപെടയ്ക്കണം, അത്രേ ഉള്ളൂ. എല്ലാം ശരിയാ, പക്ഷെ സേനനെ ഒന്ന് അറിയിക്കാതെ. എന്റെ പള്ളി, ഇനി ഞാൻ എന്താ പറയണ്ടേ? കൂലിയല്ല, നിങ്ങൾക്കെല്ലാം കൂടെ കമ്പനി കൂടാനാ. ജീവൻ പണയം വെച്ചുള്ള കളികൾക്കിടയിൽ ഇങ്ങനെ ചില്ലറ തമാശകളൊക്കെ വേണ്ടേ ചേകൂട്ടി? പാലപ്പുറം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടില്ലേ? ആ വാ. ഇത് വേണോ എന്നറിയാതെ? ഓ, അയാൾ പറയണ മാതിരി ഒരു തമാശ അത്രയും കണ്ടാ മതി. എന്ത് പറ്റി? പെട്രോൾ തീർന്നോന്ന് സംശയമുണ്ട്. ഏതാടി നീ? ചോദിച്ചു കേട്ടില്ലേ ഏതാണെന്ന്?
വിഷേട്ടാ നിങ്ങൾ ഓടി വരി. എന്താ പോയ? നിങ്ങൾ വരി. ചൂണ്ടക്കാര് കുട്ടികളാണ് കണ്ടത്. ജീവൻ പോയിട്ടില്ല. പോയാ? ഓ, ആരെങ്കിലും പറഞ്ഞയച്ചാ ഡോക്ടറെ വേഗം വരുത്ത്. ഇന്നലെ രാത്രി കടൽപ്പാലത്തിന്റെ അവിടെ ഒരു കച്ചറ ഉണ്ടായിനി. ഈ കുട്ടീനെ അവിടെ ഓടിച്ചിട്ട് തല്ലുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് നീ നോക്കി നിന്നാടാ? ആളെ മനസ്സിലായോണ്ടാ ഞാൻ മറിഞ്ഞു നിന്നത്. ആരായിരുന്നു അത്? ഷേക്കുട്ടിയും പിന്നെ ചേക്കുട്ടിയോ? ആ എന്നാ രണ്ടുപേരും കൈകൊടുത്ത് പിരിയ. ടാക്സി സ്റ്റാൻഡിൽ ഇനി വഴക്കുണ്ടായി എന്നറിഞ്ഞ അറിയാലോ? ഇല്ല. ആ എന്നാ പൊയ്ക്കോ. ഓ, ചേക്കുട്ടി, ഓക്രത്തരം കാണിക്കണ തെണ്ടി. വിഷ്ണു, മതി. കൊല്ലണോ ഈ ചെറ്റെ? തല്ലിക്കൊല്ലാം, പക്ഷെ കാരണം പറഞ്ഞിട്ട് വേണം. കാരണം ഇവനറിയാം. ഇന്നലെ രാത്രി മായിനും സണ്ണി ഇവനും ചേർന്ന് ഒരു പെൺകുട്ടിയെ തല്ലി ചതച്ച് കടലിലെറിഞ്ഞു. ഏട്ടന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നോ ഈ നാണം കെട്ട പണിക്ക്? സേനനാണ് നേതാവ്. അത് മറക്കുന്നവൻ ആരായാലും ചവിട്ടി ഇറക്കും ഞാൻ. എന്താ, ആർക്കെങ്കിലും വേറെ മോഹങ്ങളുണ്ടോ ജയക്കുട്ടി? എനിക്ക് മാപ്പ് തരണം. മിസ്റ്റർ വിശ്വനാഥ മേനോൻ! മിസ്റ്റർ വിശ്വനാഥ മേനോൻ! അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും ഈ പുറം കുപ്പായത്തിനുള്ളിൽ നിങ്ങൾ ഒരു ക്രിമിനലാണ്. വാടക ഗുണ്ടകളെ വിട്ട് നിങ്ങൾ എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. നിങ്ങൾ ഒന്നിനും മടിക്കില്ല, എനിക്കറിയാം. നീ എന്തിനാണ് കുട്ടി എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നു? വേണ്ട, നാടകം കളി വേണ്ട. ഒരു സാധു സ്ത്രീയുടെ ജീവിതം എന്നേക്കുമായി കണ്ണീരിലാട്ടിയ നിങ്ങൾക്ക് ആ ചതിയുടെ കഥ പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഒരു കൊലപാതകം നടത്തുവാനുള്ള കരളുറപ്പുണ്ടായിരിക്കണമല്ലോ. പക്ഷേ സ്വന്തം മകളുടെ ചോര കൊണ്ടാണ് അവളുടെ അമ്മയുടെ ചിത്രം നിങ്ങൾ മായ്ക്കാൻ ഒരുമ്പെട്ടത്. എന്തേ? മകളുടെയോ? അതെ, എത്രയും വേഗം തിരിച്ചെത്തുമെന്ന് എന്റെ അമ്മയോട് നുണ പറഞ്ഞ് നിങ്ങൾ പോരുമ്പോ അവരുടെ അടിവയറ്റിൽ 2 മാസം പ്രായമെത്തിയ കുരുന്ന ജീവനോട് മുഖം വെച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാനിതാ ഓടിയെത്തിയെന്ന്. അത് ഞാനായിരുന്നു. നിന്റെ മകളോ? ഒരു ദിവസത്തേക്കെങ്കിലും അമ്മയ്ക്ക് അച്ഛനെ കൊണ്ടുതരാം എന്നൊരു ഉറപ്പ് നൽകിയാണ് ഞാൻ പോന്നത്. പക്ഷേ ഇനി എന്റെ ഡിമാൻഡ്സ് മാറുകയാണ്. പരസ്യമായി ഈ സമൂഹം മുഴുവൻ സാക്ഷി നിൽക്കെ നിങ്ങൾ എന്നെയും എന്റെ അമ്മയെയും സ്വീകരിക്കണം. നിങ്ങളെ കൊണ്ട് ഞാൻ അത് ചെയ്യിക്കും. അതിനിടെ ഞാൻ മരിച്ചു വീണില്ലെങ്കിൽ ഇറ്റ്സ് എ ചാലഞ്ച് മിസ്റ്റർ മേനൻ. അതിനുവേണ്ടി ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും. പൊതുവേദിയിൽ എന്റെ ഒപ്പം അമ്മയെയും നിർത്തി ഞാൻ പറയിക്കും,
വിശ്വനാഥ മേനോൻ എന്ന മഹാത്മാവിന്റെ യഥാർത്ഥ നിറം എല്ലാവരും അറിയട്ടെ. പ്രഭാദേവി എന്നാണ് എന്റെ അമ്മയുടെ പേരെങ്കിൽ ഇത് വെറും വാക്കല്ലാന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. സ്വന്തം രക്തത്തിൽ പറഞ്ഞ മോളാണെങ്കിൽ മേനോ സാർ സ്വീകരിക്കാതിരിക്കുവോ? പിന്നല്ലാതെ ഇരു ചെവി അറിയാതെ പുള്ളിക്കാരൻ അവരെ രണ്ടുപേരെ അങ്ങ് ഏൽക്കും. അവള് കാഞ്ഞ വിത്ത. മുഴുവൻ സ്വത്തും തള്ളയുടെയും മോളുടെയും പേരിൽ എഴുതി വെക്കണം എന്നായിരിക്കും അടുത്ത ഡിമാൻഡ്. പിന്നെ ദേവം പുറത്താ. പക്ഷേ ആ പഴയ അനാഥാലയം ഇപ്പൊ തന്നെ സ്വീകരിക്കില്ല. ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ ഇറങ്ങുന്നു. പിന്നെ ചിലപ്പോ ആ കൊച്ചിനും തള്ളയ്ക്കും ദയ തോന്നി വല്ലതും തന്നാലായി. നിർത്തടി ചളക്കെ. ഒരു പട്ടിയുടെ ഔദാര്യോ ദേവന് വേണ്ട. എല്ലാം എനിക്കുള്ളതാ. അത് ഞാൻ അനുഭവിക്കുകയും ചെയ്യും. മറന്നു കഴിഞ്ഞതിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുമ്പോ അതിനേക്കാളും വേഗത്തിൽ കുഴിച്ചു മൂടാൻ ദേവൻ അറിയാം. ആയസ് തീരാൻ പോകുന്നതിനുള്ള പെടച്ചിൽ അവിടെ കാണിച്ചത്. കാണിച്ചു തരാം ഞാൻ. അവൻ ഒന്നിനും മടിക്കുകയില്ല. എല്ലാം കൈവിട്ട് പോകുമോ എന്നുള്ള പേടിയില് കൊല്ലാനും.